കൊല്ലൂർ മൂകാംബിക അമ്മയുടെ ദർശനം, ക്ഷേത്ര ദർശനം, ദേവി സന്നിധിയിലെത്തണമെങ്കിൽ അമ്മ വിളിക്കണം എന്ന വിശ്വാസം കേരളത്തിൽ പൊതുവെ ഉണ്ട്. എത്ര സമയമെടുത്ത് മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയാലും മനസ്സിൽ ദേവിയുടെ വിളിയില്ലെങ്കിൽ കൊല്ലൂരിലേക്കുള്ള യാത്ര മുടങ്ങുമത്രേ. പാതിയിൽ മുടങ്ങിയ ഇനിയും നടക്കാത്ത കൊല്ലൂർ യാത്രകളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഏറെയുണ്ട്. അതേപോലെ തന്നെ ഒരു പ്ലാനും ഇല്ലാതെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ പല ഭക്തരും അമ്മയുടെ തിരുസന്നിധിയിൽ എത്തിയതും അമ്മയുടെ ദർശനം കിട്ടിയതും ഒക്കെ ആ ഒരു വിളിയുടെ മഹാഭാഗ്യം തന്നെയാണ്. സൃഷ്ടിസ്ഥിതി സംഹാരകരയായ ത്രിമൂർത്തികളാൽ പോലും ആരാധിക്കപ്പെടുന്ന മൂകാംബികാ ദേവിയെ ദുർഗതിനാശിനിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ദേവിയുടെ പൂർണ്ണ സ്വരൂപത്തെ 8 ശ്ലോകങ്ങളിലായി പ്രകീർത്തിക്കുന്ന ശ്രീ മൂകാംബികാഷ്ടകം എന്ന അപൂർവ സ്തോത്രം നിത്യം ജപിക്കുന്നത് സർവൈശ്വര്യത്തിന് ഉത്തമമാണ്. നവരാത്രി കാലങ്ങളിൽ മുടങ്ങാതെ ദേവിയെ ഈ സ്തോത്രം ജപിച്ചു വണങ്ങുന്നത് വിദ്യാ അഭിവൃദ്ധിക്ക് കാരണമാകുമെന്നാണ് വിശ്വാസം. ഈ സ്തോത്രം മനസ്സിനെ സദാ സംതൃപ്തമാക്കി നിർത്തുന്നതിന് സഹായിക്കും. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 4 പ്രധാനപ്പെട്ട അംബികമാരിൽ ഒന്നാണ് മൂകാംബികാ ദേവി എന്നാണ് സങ്കല്പം. പരാശക്തിയുടെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളുടെയും സമന്വയമാണ് ദേവി. മനുഷ്യരെ സത്പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയുടെ പ്രതീകമാണ് ദേവിയുടെ 3 പ്രധാന ഭാവങ്ങൾ. ഭക്തൻ ഏത് ഭാവത്തിലാണോ ദേവിയെ വണങ്ങുന്നത് ആ ഭാവത്തിൽ ദേവി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. നിത്യവും ഭജിക്കുന്ന ഭക്തനെ ഒരു മാതാവിൻ്റെ കരുതൽ പോലെ ദേവി സംരക്ഷിക്കുമെന്നാണ് വിശ്വാസം. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വ്രതങ്ങളിൽ പ്രധാനമാണ് നവരാത്രി വ്രതം. ഒരേ വ്രതാനുഷ്ഠാനത്തിൽ 3 ദേവതകളുടെ അനുഗ്രഹം നേടാനാവുന്നതാണ് കാരണം. അതുകൊണ്ട് തന്നെ ദേവി ആരാധനയ്ക്ക് സവിശേഷമാണ് നവരാത്രി കാലം.